സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് അന്യപുരുഷന്മാര്, അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും വരുമ്പോ അവരോട് പാലിച്ചിരുന്നൊരു അകലം ഉണ്ട്. അതേ അകലം നമ്മുടെ വീട്ടിലേക്ക് കല്യാണത്തിന്റെയും സൽക്കാരത്തിന്റെയും രൂപഭാവങ്ങളിലേക്ക് വരുമ്പോ അവിടെയും അതേ അവസ്ഥകൾ പരിഗണിക്കേണ്ടതുണ്ട്. അവിടെ നമുക്കായിട്ട് വേറൊരു നിയമവും നിർമ്മാണവും ഉണ്ടാക്കരുത്. എങ്ങനെയാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്യപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ, അന്യ സ്ത്രീകൾ വീട്ടിലേക്ക് വരുമ്പോ പരിഗണിച്ചിരുന്ന പാലിച്ചിരുന്ന രൂപഭാവങ്ങൾ എങ്ങനെയാണോ അതേ രൂപഭാവങ്ങൾ സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ്, വസ്ത്രം ധരിക്കുന്ന അവസ്ഥ മറ്റൊരവസ്ഥയാണ്. ആ വസ്ത്രം ധരിക്കുന്നതിലും ഏറ്റവും രൂപത്തിൽ ഇത്തിബാ ചെയ്യേണ്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ആണ്. നിങ്ങൾ നോക്ക്, ഇന്ന് പുതിയ കാലം എന്ന് പലരും പേരിട്ട് വിളിക്കുന്ന കാലത്ത് വസ്ത്രത്തിന്റെ രീതിയിൽ വല്ലാത്ത മാറ്റമുണ്ട്. മാറ്റമുണ്ടാകരുത് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരെ കൃത്യമായി വസ്ത്രം ധരിക്കുന്നതിന്റെ ശൈലി ആണിനും പെണ്ണിനും വേറിട്ട രൂപത്തിൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേ പുരുഷൻ ധരിക്കുന്നതിനേക്കാളും ഒരു ചാണ് തായോട്ടല്ലേ പെണ്ണിനോട് വസ്ത്രം താഴ്ത്തിയിടാൻ പറഞ്ഞത്. ഞെരിയാണിയൊന്നും കാണാത്ത രൂപത്തില് വസ്ത്രം താഴ്ത്തിയിട്ട് നടക്കാനല്ലേ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ നോക്ക്, പർദ്ദ ധരിക്കുന്നവര്, മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നവര് പൊക്കിപ്പിടിച്ച് കാല് വെളിവാക്കി നടക്കുന്ന, അല്ലെങ്കിൽ മറയുള്ളത് തന്നെ മേലോട്ട് കുറച്ച് വെളിവാക്കി നടക്കുന്ന സ്വഭാവം കാണുന്നു. അത് അപകടകരമാണ്. ഇത്തിബാഇന് എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിന് എതിരാണ്. തട്ടം ധരിക്കുന്നിടത്തും മാറ് ധരിക്കുന്നിടത്തും നടക്കുന്നിടത്തുമുള്ള എല്ലാ അവസ്ഥകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന് പുരുഷന്റേതായ ഒരു സംസ്കാരവും സ്ത്രീക്ക് സ്ത്രീന്റേതായ ഒരു സംസ്കാരവും, രണ്ടും രണ്ട് രൂപഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. അതങ്ങനെ തന്നെയാണ് പിന്തുടരേണ്ടത്, അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബഅന്ന വതാബിഅൻ ലാ തഅദിലാ. നീ അത് പരിശോധിക്കണം, പരിശോധിച്ച് പഠിക്കണം, എന്നിട്ട് നന്നായി പിൻപറ്റണം. ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ശൈലി, അതേ ശൈലിയാണ് അവിടുത്തെ പ്രവർത്തനത്തിന്റെ ശൈലിയില്ലേ നമ്മളും സ്വീകരിക്കേണ്ടത്. ആ ശൈലിയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനങ്ങൾ വല്ലാത്ത പ്രവർത്തനങ്ങൾ തന്നെയാണ്. ആ പ്രവർത്തനങ്ങളിൽ ഒരു പ്രവർത്തനമാണ് താനുമായി ബന്ധമുള്ള ആളാകട്ടെ ബന്ധമില്ലാത്ത ആളാകട്ടെ ആവശ്യക്കാരനാണ് എന്നറിഞ്ഞാല് ആ ആവശ്യക്കാരനെ സഹായിക്കുകയും, രോഗിയാണ് എന്നറിഞ്ഞാല് രോഗിയെ പോയി സന്ദർശിക്കുകയും, നാട്ടിലേതെങ്കിലും ഒരു ഭാഗത്ത് ഒരാൾ മരിച്ചു എന്ന് കേട്ടാല് ആ മരിച്ചാളെ ജനാസയിൽ സംബന്ധിച്ചുകൊണ്ട് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളായിരുന്നു. എല്ലാ ദിവസവും നടത്തിയിരുന്ന പ്രവർത്തനങ്ങളാണ്. നിസ്കരിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിൽക്കുന്ന നൃത്തവും, നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ ചൊല്ലിയിരിക്കുന്ന ഇരുത്തവും, ദുആ ചൊല്ലിയിട്ട് ആ ദുആഇന് വേണ്ടിയിട്ട് കാത്തിരുന്നതും, അതൊക്കെ അവിടുത്തെ ജീവിതത്തിന്റെ ശൈലികൾ, പ്രവർത്തനങ്ങളാണ്. അതങ്ങനെ തന്നെ ഒപ്പിയെടുക്കണം, അങ്ങനെ തന്നെ പകർത്തിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മേഖലയിലൊക്കെ കാണിച്ച കുറെ മാതൃകകളുണ്ട്. അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ തന്നെ നിലനിർത്തി പോരണം. നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിനും ദുആഇനും വലിയ പ്രാധാന്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. എത്ര തിരക്കുള്ള ആളാണെങ്കിലും ആ ദിക്ർ ഒഴിവാക്കരുത്, ആ ദുആ ഒഴിവാക്കരുത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റക്ക് നിസ്കരിച്ചു പോകുന്ന ആളാണെങ്കിലും ഒരു കുറഞ്ഞ ദുആയെങ്കിലും ദ്വാരക്കാലോ. തിരക്കൂട്ടണ്ട, ദ്വാരക്കേണ്ട ആ രൂപത്തിലും ഭാവത്തിലും തന്നെ ദ്വാരക്കണം. മദീന പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രൂപങ്ങൾ കണ്ടു ഒരു ദിവസം. ഒരാൾ വന്ന് നിസ്കരിച്ചു,
നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കൈ ഉയർത്തി, സ്വഹാബിയാണ്, കൈ ഉയർത്തിയിട്ട് ഒറ്റ ദുആ. അവർക്ക് ഒരു മിനിറ്റ് പോലും ഒഴിവില്ല, ഭയങ്കര തിരക്കാ, നമ്മളെക്കാളും തിരക്കാന്നുള്ള രൂപത്തിൽ. നമ്മക്ക് അതിനേക്കാളും വലിയ തിരക്കാ, കാരണം കയ്യെന്നെ ഉയർത്തില്ല പലരും, വേണീറ്റ് പോല. ഇത് കൈ ഉയർത്തിയിട്ട് ഒറ്റ ദുആ. ദ്വാരന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അജിലഹാദാ അജിലഹാദാ, യാക്ക് തിരക്ക് കൂടിപ്പോയി, ബിസിയായി പോയി, ഹംദും ഇല്ല സ്വലാത്തും ഇല്ല, ഒരു ദുആ ദ്വാരന്നേ ദുആ തന്നെയാണ്. ആ ദുആയിന് തങ്ങൾ അങ്ങനെയാ പ്രതികരിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവറുകൾ ദ്വാരക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നിട്ട് അങ്ങനെ ദ്വാരക്കാണ്. കുറഞ്ഞ നേരം തന്നെ ദ്വാരന്നിട്ടുള്ളൂ. പക്ഷെ ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ടുള്ള ദ്വാരക്ക് തങ്ങൾ പറയാണ്. ഇതിങ്ങനെ കേട്ടപ്പോ തങ്ങൾ പറഞ്ഞു, സൽ, എത്രയും ചോദിച്ചോളി, തൊഴുത്താ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ നൽകപ്പെടും. നേരത്തെ ദ്വാരുന്നതും സഹാബിയാണ്, പക്ഷെ ഹംദും സ്വലാത്തും തുടക്കത്തിലുമില്ല ഒടുക്കത്തിലുമില്ല. അപ്പൊ തങ്ങൾ പറഞ്ഞു, തിരക്ക് കൂടിപ്പോയി, ബിസിയായി പോയി, അതല്ല സ്വീകരിക്കേണ്ട ശൈലി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറഞ്ഞ ദുആ ദ്വാരന്നിട്ടുള്ളൂ, ഒരു ഹംദും സ്വലാത്തും തുടക്കത്തിൽ, പിന്നൊരു ദുആ അവസാനത്തിലും, ഒരു സ്വലാത്തും ഹംദും. അതതിന്റെ അദബാണ്. ആ അദബോടുകൂടെ നമ്മൾ പാലിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അവിടുന്ന് ആ കാണിച്ച് പ്രവർത്തിച്ച അന്ന് അതേ ശൈലി, അതേ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കണം. നമ്മളായിട്ട് ഒരു പുതിയ രൂപഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പ്രവർത്തനങ്ങൾ, അവിടുത്തെ വാക്കുകൾ എങ്ങനെയാണോ അതുപോലെ വാക്കുകളായി സ്വീകരിക്കണം.